നമ്മുടെ വർക്കിച്ചാന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മാനേജർ. മലയാളം പോലും ശരിക്കും പറയാൻ അറിയില്ല. 4ാം ക്ലാസ് തന്നെ ഇയാൾ എങ്ങനെ ഇംഗ്ലീഷ് സ്കൂളിലെ മാനേജരായി? എടാ പൂത്ത കാശി, അല്ലാതെ എന്തുവാ? കാശുണ്ടെങ്കിൽ ഇവിടെ എന്തു വാങ്ങാൻ ചന്ദ്ര? പിന്നെ നമ്മുടെ സഖാവിനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? ചന്ദ്രോ, നേരിട്ട് കണ്ട അവര് കീരിയും പാമ്പും. ഒരു നേരം കാണാണ്ടിരുന്നാലോ എന്തൊരു. അതെ, സ്നേഹം കൊണ്ടൊന്നുമല്ല, ഏതായാലും ഭരണം പോയി. ഇനിയിപ്പോ സഖാവിന്റെ കൂടെ കൂടിയാലേ രക്ഷയുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞു തീർന്നില്ല. ദേ വന്നല്ല. എവിടെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ എല്ലാവർക്കും നല്ലത്. ഭരണം ഇനി ഞങ്ങളുടെ കയ്യിലാ. എന്തായാലും രാമൻകുട്ടിക്ക് ഇനി ഒരു PAയുടെ ആവശ്യമുണ്ട്. എന്താ പിന്നെ ആക്രിക്കുട്ടൻ നല്ലൊരു പണിയായി. ആക്രിക്കുട്ടനല്ല, ആനന്ദക്കുട്ടൻ. ആനന്ദമൊക്കെ പോയാലേ അതൊക്കെ എപ്പോഴേ പോയി. പിന്നെ ഏത് സ്കൂളിലാണ് നീ എന്റെ PA ആവാൻ വേണ്ടി പഠിച്ചത്? ഞാൻ പഠിച്ചത് ശിവരാമൻ മാഷിന്റെ സ്കൂളിലാണ്. നീ വെറുതെ അല്ല ഇങ്ങനെ ആയത്. നിന്നെ പഠിപ്പിച്ച മാഷ് ജയിലിൽ. ഇനി നീ എന്നാണാവോ ജയിലിലാവണത്? ആ വെള്ളം കൂടെ വാങ്ങി വെച്ചാ മതി കേട്ടാ. ഒരു സംശയം കൊണ്ട് കിടക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ്. എന്താണ് വിളി നിർത്തി കളഞ്ഞത്? ആഞ്ഞു വിളിച്ചോളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ്. ആരും തൊടരുത്, ക്ഷയിക്കാനൊന്നുമില്ല. മാറും മാറും മാറും. മലയിടല് ഞാനിട്ടോളാം. മാറി നിൽക്കണു, മാറി നിൽക്കി. ആരും തൊടല്ലേ, ആരും തൊടല്ലേ. വലുതായിട്ട് ഈ കൊടയന്റെ കല്യാണം മുടക്കുവോ? മാഡം എന്താ മാഡം? ഒരു ഒഫീഷ്യൽ റൂമോ? എന്തിനാ ഒരു നെയിം ബോർഡ് പോലും ഇല്ല. ഇതാണ് ഒരു പഞ്ചായത്ത് ഓഫീസ്. മാഡം സ്നഫ്. എന്ത്? അല്ല, പൊടിയെ ഇങ്ങനെ ബാക്കിൽ പറ്റി ഇവിടെ ചാരിയപ്പോ കണ്ടോ? എടോ, സ്നഫ് എന്ന് പറഞ്ഞ എന്താന്നറിയോ? മൂക്ക് പൊടി. അല്ല, കളർ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. എന്താ പറഞ്ഞേ? അല്ല, ഇല്ല, ഒന്നുമില്ല. എന്ത് പറഞ്ഞാലും അതെ. അല്ല കുല്ല ഒന്നുമില്ല. അയ്യോ, ആണെങ്കിൽ പോരുത്, തൊട്ടാ കൊല്ലും ഞാൻ. എനിക്ക് ശമ്പളം തരുന്നത് വെറുതെ അല്ല, ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ കൂടിയാ. എഴുന്നേറ്റ് വരും. എന്റെ പൊന്നോ, ഓരോരോ അവസരങ്ങൾ കൊണ്ട് തരുന്നത്. ഒന്നുമില്ല മാഡം, ഒന്നുമില്ല. സെക്രട്ടറി, സെക്രട്ടറി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മാഡം. ഇങ്ങനെയാണ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? റബ്ബിഷ്. അത് പിന്നെ മാഡം, സോറി. എനിക്കൊന്നും കേൾക്കണ്ട. കൺവേർട്ട് ദിസ് ഓഫീസ് ടു എ മോഡേൺ വൺ ഇമ്മീഡിയറ്റ്ലി. ന്യൂ ചെയർ, AC, പെയിന്റ് ചെയ്ത് എല്ലാം പുതിയതുപോലെ. ഗോട്ട് ഇറ്റ്? പക്ഷെ അതിനുള്ള ഫണ്ട്. നോ എക്സ്ക്യൂസസ്. അതിനുശേഷമേ ഞാൻ ഈ ഓഫീസിലേക്ക് വരൂ. ഞാനും ഇനി വരുമ്പോ തിരിച്ചു തന്നാ മതി കേട്ടോ മാഡം. ഞാനും വരുന്നു. എന്റെ ഇവനും മട്ടായോ? അഴകേശൻ, MA, MA, MPhil. മുത്തശ്ശൻ പറഞ്ഞിട്ട് വന്ന ആളാണല്ലേ? അതെ അതെ. വരൂ വരൂ. അപ്പോ ഇത്തരം മലയാള വാക്കുകളെ അറിയാവൂ. മലയാളത്തിലെ തെറികളൊന്നും അറിയില്ലേ? എന്താ? I mean ചീത്ത വാക്കുകൾ.
സാധാരണ മലയാളികൾ അന്യഭാഷ സംസാരിക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം പഠിക്കുന്നത് തെറിയാണ്. മാത്രമല്ല അവര് കേരളത്തിൽ വന്നാലും ആദ്യം മലയാളികൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും തെറിയാണ്. അതുകൊണ്ട് ചോദിച്ചു പോയെന്നേ ഉള്ളൂ. ഈ പഞ്ചായത്തിലെ പ്രഥമ വനിതാ പ്രസിഡന്റ് ഒരു കൊച്ചു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ കാണണമെന്ന് വിചാരിച്ചെങ്കിലും അതിങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇയാളെന്നെ മലയാളം പഠിപ്പിക്കാൻ വന്നതാണോ അതോ പഞ്ചാര അടിക്കാൻ വന്നതാണോ? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പഞ്ചായത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങൾ സമ്മതിക്കില്ല അല്ലേ? അല്ല പിന്നെ താങ്ക് യു. നടത്തിയ കാര്യങ്ങളൊക്കെ ജനത്തിന് ഇഷ്ടമായി, അതുകൊണ്ടാണോ? ആഹാ, കാലിന് എന്ത് പറ്റി ചന്ദ്ര? ഓ, രാവിലെ ഒരു കുറ്റി പുട്ട് വീണതാ. കണ വീഴാഞ്ഞത് ഭാഗ്യം. ഒരു ആനയെ തിന്നാണ് വിശപ്പുണ്ട്, എന്തെങ്കിലും താടോ. അതെ, അപ്പുറത്തെ പറമ്പ് 2 ആനെ കൊണ്ട് കെട്ടിട്ടുണ്ട്. ഒന്നിനെ താനം കൊണ്ട് തിന്നു. പാപ്പാൻ അറിയില്ലേ? തമാശാണല്ലേ? ഒന്ന് പോരാ ഗുണാഞ്ച. എന്താടാ എന്ത് പറ്റി? നമ്മൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിനക്കൊരാപത്ത് വരുമ്പോൾ ഞാനേ ഉണ്ടാവും എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും നിനക്ക് ബോധ്യപ്പെട്ടല്ലോ. അതാടാ യഥാർത്ഥ സുഹൃത്ത് ബന്ധം. അല്ല, അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ? ഇങ്ങോട്ട് വന്നേ. എന്താടാ? ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. പറയടാ, എനിക്ക് ആത്മാർത്ഥതയില്ലേ? നീ നിന്ന് ഞെളിപിരി കൊള്ളാതെ കാര്യം പറയടാ. നിനക്ക് ബ്ലൈഡുകാരൻ കറിയെ അറിയാം? കറിയാ? ആരാത്? അറിയില്ലെങ്കിൽ ഞാൻ ഒരു 3 ലക്ഷം രൂപ കടം മേടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലുണ്ടോ? കുഴപ്പമുണ്ട്. അരമണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ബ്ലൈഡുകാരൻ കറിയ അവന്റെ ഗുണ്ടകൾ ഇങ്ങോട്ട് പുറപ്പെട്ടേക്കാ. നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ്. അയ്യോ, നിന്നോട് ആര് പറഞ്ഞു? എടാ, വാസുവിനോട് സംസാരിക്കുന്നത് നിന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ കേട്ടു. അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ രക്ഷപ്പെട്ടോ. മാട് ഇവിടെ ഉണ്ടല്ലോ. നീ മേഡത്തിനെ നോക്കി നിന്ന അടുത്ത ഇടവത്തിന് നിന്റെ ചരമവാർഷികം ആഘോഷിക്കേണ്ടി വരും. കാര്യം ചെയ്യ്, ഞാൻ പോകുന്നു. ഇവിടെ ഇങ്ങോട്ട് പൊക്കോ പൊക്കോ. അങ്ങനെ കുറച്ചു നേരത്തേക്ക് അവന്റെ ശല്യം ഒഴിഞ്ഞു. അമ്മ ആ ആമാന്നല്ല, ആക്കി നീട്ടം വേണ്ട. ദേ ഇങ്ങനെ പിടിച്ചിട്ട് ആ ചുഴുപ്പ് വേണ്ട, അതിനകത്ത് തന്നെ നിർത്തണം. എഴുതിക്കോളൂ. ഇനി അരണ. ആ അണരാന്നല്ല, ആ ഇപ്പുറത്ത് വരണം. എന്നാലല്ലേ മനസ്സിലെത്തി പഠിക്കാൻ പറ്റൂ. മലയാളത്തിൽ 1 എന്നെഴുതാൻ പാടൊന്നുമില്ല. ഇംഗ്ലീഷിലെ ഐ എന്നെഴുതിയാ മതി. അതുപോലെ 0 ഓ എന്ന് ഓർത്താ മതി. ഡ എന്നെഴുതാൻ യെസ് ഓർത്താ മതി ഇംഗ്ലീഷിലെ. പക്ഷെ ബാക്കിയൊക്കെ പാടാ. ഈ IOS ഇതൊക്കെ കൊണ്ട് മലയാളം മാനേജ് ചെയ്യാൻ പറ്റില്ലേ? തൊലിക്കട്ടി വേണം. എന്താ? അല്ല, ഓരോ അക്ഷരങ്ങളായിട്ട് നമുക്ക് പഠിക്കാൻ എഴുതിക്കോളൂ. തെറ്റുന്നല്ലോ. തെറ്റിയാലും സാരമില്ല, തെറ്റിയാലല്ലേ ശരിയാകൂ. പെട്ടെന്ന് പഠിച്ചു തീർത്താൽ എന്റെ പൊറുതി ഈ വീട്ടിൽ നിന്ന് അവസാനിക്കും. സാരമില്ലെന്നും പറഞ്ഞായിരുന്നോ? ഏയ്, എഴുതിക്കോളൂ. നാളെ തൊട്ട് കേട്ടെഴുത്താണ്. കേട്ടെഴുത്തോ? അതെ. അതെന്താ? ഞാൻ പറയും, കുട്ടി അത് കേട്ട് നന്നായിട്ട് എഴുതണം. പിന്നെ കേൾക്കാതെ എഴുതാം, കാണാതെ എഴുതാം. തെറ്റുന്നുണ്ടോ നോക്കിയതാ. പിരിവ് ചോദിച്ചപ്പോ 5 ഗുണവയോ? പഴമൊക്കെ എല്ലാരും തിന്നു. ഇതിലോ കഴിച്ചോ. കാശി പറ്റിലെഴുതിക്കോ, കിട്ടുമ്പോ തരും. പിരിവ് തരാനില്ല, അവന് ഇനി പൈസ കൊടുക്കണോ? പിടിച്ചെടുത്ത് ചോദിച്ചോ. പിരിവ് പൊക്കൽ എന്തെങ്കിലും എന്റെ കയ്യിലൊന്നുമില്ല. പിരിവ് തരാൻ പൈസ റോട്ടിൽ നടക്കുന്നത്. സംഭവം എല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു 10,000 രൂപ ഇങ്ങടത്തെ. കടയിടുന്നതിന് 10,000 രൂപ ആയില്ല. നാണോ മാനോ ഇല്ലേ? ചോദിക്കുന്നൊരു മര്യാദ വേണ്ടി. ചന്ദ്രു, കുടിക്കുന്ന കഞ്ഞില് തവളയിട്ട് ഇളക്കല്ലേ. ഞങ്ങള് വിചാരിച്ചല്ലേ നിന്റെ ഉണക്ക കടയെല്ലാം പൂട്ടാൻ പറ്റും. അതിനാണ് ജനകീയ ശക്തി എന്ന് പറയുന്നത്. ജനകീയ ശക്തി, ജനകീയ ശക്തി തരുന്നോ ഇല്ലയോ? എടാ, എങ്ങോട്ടെങ്കിലും പോടേ, ചെല്ല്. മുദ്രാവാക്യം വിളിയടാ. ജനകീയ ശക്തി. പൂട്ടിക്കും. എന്ത് ഞങ്ങൾ പൂട്ടിക്കും? നിങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റൂ. ചന്ദ്ര, കളിയാക്കല്ല ചന്ദ്ര.
പണ്ട് മുതലേ ഉള്ളതാണ് എന്തു പറഞ്ഞാലും നിന്റെ ഈ ആക്കല്. നിന്നെ കൊണ്ട് തട്ടിയുടെ മാത്രമേ പറ്റുള്ളൂടാ. മാത്രമല്ല നമ്മൾ രണ്ടും അങ്ങ് പറക്കും അമേരിക്കയിലേക്ക്. അവിടെ ചെന്നിട്ട് കുറച്ച് സിംഗപ്പൂർ ഡോളേഴ്സ് നിനക്ക് അയച്ചു തരും. അത് അപ്പ അയക്കണമെങ്കിൽ ഇപ്പൊ നീ കുറച്ച് ഇന്ത്യൻ മണി ഇതിനകത്തോട്ടിടണം. ഇതെന്തിന്റെ പിരിവാ? ഇവിടുത്തെ CI മാറ്റണമെങ്കിൽ മന്ത്രിയുടെ PAക്ക് കോഴ കൊടുക്കണം. അതിനുള്ള പിരിവാ. ഇതുവരെ എത്ര രൂപ പിരിച്ച്? 7,700. മനസ്സിലായി. എന്ത് മനസ്സിലായി? ഈ പരിപ്പി കലത്തി വേഗൂല. എങ്ങനെ? ഈ പരിപ്പി കലത്തി വേഗൂല. എന്നാ വേഗുന്ന കലം കിട്ടുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ചന്ദ്ര മനസ്സിൽ വെച്ചോട്ടോ. വടാ. അതെ, ഒരിക്കൽ കൂടി കാണേണ്ടി വരും. എങ്ങനെ? അതെ, ഇനി വരാൻ പോകുന്നേ ഞങ്ങളുടെ സ്വന്തം CI. അത് ഓർമ്മ ഉണ്ടാവണം. ജനകീയ ശക്തി വിളിക്കണം. പോയോ? അയ്യോ. ഹലോ ബ്രോ, എവിടെയാടാ? ഒരു വിവരം ഉണ്ടല്ലോ നിന്റെ. നീ വരാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത്. ഇതൊരു മാതിരി പറ്റിപ്പാണ് കേട്ടോ. പിന്നല്ലാതെ ഡാഡിയുടെ കാശൊന്ന് വന്നോട്ടടാ. ശരി, ഞാൻ വിളിക്കാടാ. ഹലോ. രണ്ട് ഫ്ലൈറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. പൈലറ്റുമാർ ഇവിടെ ഇല്ലേ? ആസലെ കോലങ്ങള്. ഇവന്മാര് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണത് കണ്ടാ തോന്നും ഇന്നലെ കല്യാണം കഴിഞ്ഞതാണ്. അയ്യടെ ആരത്തെ പുസ്തകം കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കണ കാണിച്ചു തരാം ഞാൻ. ഓടാ, അത് ഞാൻ ഇന്നലെ വലിച്ചേറി കളഞ്ഞു. അതില് കാര്യമായിട്ടൊന്നുമില്ല. അവന്റെ ഒരു നാണം കണ്ടില്ലേ? ഇന്നാർക്ക് കോളേജിലൊന്നും പോണ്ടേ? സമയം 9 മണി കഴിഞ്ഞില്ലേ? അയ്യോ, മണി 9 കഴിഞ്ഞാ. വേഗം എന്താ അയ്യോ, എന്താ ഇപ്പൊ അവരുടെ ഒരു തിരക്ക്? എടാ, ഉരുണ്ട് മറിഞ്ഞ് വീണ് കയ്യും കാലും അടിക്കാനുള്ള മെല്ലപ്പോ. ഓ ശരിയേ, ഞങ്ങള് നോക്കിക്കോളാവേ. എന്താടോ ഇത്? രാവിലെ പേടിപ്പിക്കാനായിട്ട് ഓരോരുത്തർ വന്ന് കേറി. ഇത് ഒപ്പിടാൻ. അതിൽ ഞാൻ ഒപ്പിടണോ? ഞാൻ ഒപ്പിട്ടോണോ? മൊട്ടത്തലയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എന്താടോ പുറത്തൊരു ബഹളം? ഫസ്റ്റ് അല്ലേ സാറേ, പിള്ളേർ ആഘോഷിക്കുന്നാവും സാറേ. രജിസ്റ്റർ അവിടെ വെച്ചിട്ട് പോടോ. അല്ലെങ്കിൽ കൊറേ അങ്ങ് ഉണ്ടാക്കും. മണി 11 നിങ്ങൾ എവിടെ പോയി എന്റെ കർത്താവേ? എത്തിയോ കാലമാര്? ഇങ്ങോട്ട് പാത്രം ഇങ്ങോട്ട് കാട്ടടാ. ആ 2 വേണ്ട, 1 മതി. ചേട്ടാത്തിയെ, ഇതില് കൊള്ളാവുന്ന പീസൊന്നും ഇല്ലല്ലോ. അതെങ്ങനെയാടാ? കൊള്ളാവുന്ന പീസൊക്കെ നിന്റെ മൊബൈലിലല്ലേ? മേരിച്ചേടത്തിയത് എപ്പ കണ്ട്? എടാ സിദ്ധാർത്ഥ, കൊക്ക എത്ര കോളം കണ്ടടാ. അതെ, കഴിച്ചേച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാരിച്ച കാര്യം അന്വേഷിച്ച് തല പുണ്ണാക്കണ്ട. മേരിച്ചേട്ടത്തി എന്തുവാ പറഞ്ഞത്? എഴുന്നേറ്റ് പോടാ. വെള്ളം കൂടെ പണ്ടാറാടുകാര് ഇത്ര പെട്ടെന്ന് 3 മണിയായോ? ഇനി അവന്മാർക്ക് ഒരു ഒടുക്കത്തെ കട്ടൻ കാപ്പി.
ഒരു കട്ടൻ കാപ്പിയുടെ കുറവേ ഉള്ളൂ. നല്ല പഠിത്തം. ഓ കരിമുട്ടി കിടക്കണുണ്ട്. എണീക്കടാ എണീക്കടാ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടല്ലേ. എന്റെ കർത്താവേ, എന്റെ ഈശോയെ, ഇവന്റെ ഒക്കെ മുന്നിൽ എങ്ങനെ ധൈര്യമായിട്ട് വന്ന് നിൽക്കും? വൃത്തികെട്ടവന്മാര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രായോ അതല്ലേ. എന്റെ കർത്താവേ, നീ തന്നെ കാത്തോളണേ. അയ്യോ അയ്യോ ഇത് ഞാനടാ ചേട്ടത്തി. സിനിമയാ? എടാ നിന്റെ അച്ഛനല്ലേ പറഞ്ഞത് പിള്ളേര് 3 മണിക്കിടയിട്ട് പഠിക്കും, അവർക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കണമെന്ന്. എന്നിട്ടിപ്പൊ മോൻ പ്രേതം പടം കണ്ടുകൊണ്ടിരിക്കുക. എടാ പേടിത്തോണ്ട നീ എങ്ങനെ SSFU ആയത്? അതല്ല നിന്റെ കൂട്ടുകാരൻ എവിടെ? അവനോ? അവനിവിടെ എവിടെയോ. അല്ല ഇനിയിപ്പൊ അവനെയും ഡ്രാക്കുള വിഴുങ്ങിയ. ചേട്ടത്തി എന്താടാ മൂത്രം ഒഴിക്കാൻ പറ്റുന്നതാ? അറിയാതെ ലേഡീസ് ടോയ്ലറ്റാ. അയ്യോ ഞാൻ അപ്പഴേ പറഞ്ഞില്ല. ഇവന്റെ എവിടെ പോയി? എടാ ഒന്ന് വേഗം വാടാ, കേറടാ. ഒന്ന് പാടാ. എനിക്കും തോന്നി. പിന്നെ അത്യാവശ്യം ആയതുകൊണ്ടാ. ആരോടും പറഞ്ഞെന്നെ നാറ്റിക്കരുത്. എന്തത്യാവശ്യം? അത് മറ്റേ നാണോ ഇല്ലല്ലോ തനിക്ക്? പോയെ. എന്താണോ ഒരു ചുറ്റിക്കളി? പോട്ടെ, ഇത് പിടിച്ചോ. തോലച്ച് ഇനി നോക്കി കളിക്കാം. ദാ പിടിച്ചോ. നീ കൊണ്ടുപോടാ. നീ വരയ്ക്കോ. ഇനി നിന്റെ കളി. നിന്റെ കളി. ബാബാ ഫസ്റ്റ് നീ ഇടറാ. എന്നാലും എന്തായിരിക്കും? വേറെന്തെങ്കിലും ആണോ? ഞാൻ വെട്ടി. എടാ